നരകം നമ്മുടെ സങ്കല്പത്തിനപ്പുറമാണ്. നരകം എന്ന് പറഞ്ഞാൽ തിജി എന്നാണ് നമുക്ക് ഓർമ്മ വരിക. അത് വാസ്തവത്തിൽ ഓർമ്മ വരുന്ന ഒരു സാധനം പറഞ്ഞു എന്നേ ഉള്ളൂ. നരകം എന്ന് പറഞ്ഞാൽ നമുക്ക് തീയാണ്, നാറ് തീയാണ് ഓർമ്മ വരിക. അത് നമുക്ക് ഓർമ്മ ഉള്ള ഒരു സാധനം പറഞ്ഞു എന്നേ ഉള്ളൂ. അള്ളാഹുവിന്റെ തീ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ മേൽ കത്തിക്കപ്പെടുന്ന തീയാകുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാതെ മേത്തുകൂടെ അങ്ങനെ കത്തിക്കണതല്ല. മേത്തുകൂടെ കത്തൂല എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. ഹൃദയത്തിന്റെ മേൽ അത് കത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് എന്ന് അള്ളാഹുവിന് മാത്രമേ മനസ്സിലാകുക. തിജി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായ ഒരു സാധനം പറഞ്ഞു. സറാബീലുഹും മിൻ ഖത്റാനിൻ വതഗ്ശാ വജൂഹുമുൻ നാർ. നരകാവകാശികൾക്ക് ധരിക്കാൻ വേണ്ടി നൽകപ്പെടുന്ന പാന്റ് റോഡുണ്ടാക്കുന്ന താറ് കൊണ്ടുള്ളതായിരിക്കുമെന്നും ആ പാന്റ് ധരിക്കുമ്പോഴേക്ക് അവരുടെ മുഖം ഇങ്ങനെ കരിഞ്ഞൊലിക്കുന്നതാണെന്നും പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വഹും ഫിഹാ ഖാലിദൂൻ. നരകത്തിൽ വേദന സഹിക്കാൻ കഴിയാതെ നരകാവകാശികൾ പല്ലിളിച്ച് കാണിക്കുന്നതാണ് എന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുന്നു. വേദന സഹിക്കാൻ കഴിയാതെ പല്ലിളിച്ചിട്ട് മുകളിലെ ചുണ്ട് മൂർധാവ് വരെയും താഴെ ചുണ്ട് പൊക്കിൽ വരെയും നീണ്ടുപോകുന്നതാണ്. ചുണ്ടിന്റെ വലിപ്പം ഉഹുദ് മലയോളം ഉണ്ടായിരിക്കുമെന്ന് ഹദീസിൽ നസ്സാണ്. സങ്കല്പത്തിനപ്പുറത്താണ് നരകം. നമുക്കിങ്ങനെ സങ്കല്പിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നരകാവകാശി ഒരു തുള്ളി മഴ പെയ്യാൻ വേണ്ടി 1000 കൊല്ലം നിലവിളിച്ച് കരയും. 1000 കൊല്ലം കഴിയുമ്പോ ഒരു കറുത്ത കാർമേഘം ഇങ്ങനെ ഉയർന്നു വരും. ആ കാർമേഘത്തിൽ നിന്ന് ഒട്ടകത്തോളം വലിപ്പമുള്ള തേളുകൾ ചാടുന്നതാണെന്നും ഒരു തേളിന്റെ കുത്ത് ഒരിക്കൽ കൊണ്ടാൽ അതിന്റെ വേദന 1000 കൊല്ലം നീണ്ടു നിൽക്കുന്നതാണെന്നും ഹബീബുനാ റസൂലുള്ളാഹി. സങ്കല്പത്തിനപ്പുറം. ഇതൊക്കെ എന്തിനാ പറഞ്ഞാല് മനുഷ്യന് ആത്മീയമായ ഉന്നതി ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ആത്മാവിന്റെ നോമ്പ്, ശരീരത്തിന്റെ നോമ്പ്, മനസ്സിന്റെ നോമ്പ്, ആത്മാവിന്റെ നോമ്പ്, ആ തലത്തിലേക്ക് ഉയരാൻ കഴിയണം. പക്ഷെ ഘട്ടം ഘട്ടമായിട്ടല്ലാതെ വരാൻ കഴിയില്ല. ഉച്ചക്ക് ഇങ്ങനെ ചോറ് കഴിച്ചാ എന്നിട്ട് അവൻ പറയാം ആത്മാവിന്റെ നോയമ്പാണ്. അങ്ങനെ പരിപാടി ഇല്ല. ഉച്ചക്ക് ചോറ് കഴിക്കാം, ഞാൻ വലിയ നോയമ്പാണ്. ഏത് നോയമ്പ്? 3ാം ഘട്ട നോയമ്പ്. 1ാം ഘട്ടം ഇല്ലാതെ 2ാം ഘട്ടവും ഇല്ല, 2ാം ഘട്ടം ഇല്ലാതെ 3ാം ഘട്ടവും ഇല്ല. അങ്ങനെ പരിപാടി ഇല്ല. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ആത്മീയമായ ഉന്നതിക്ക് വേണ്ടിയാണ് നമ്മൾ റമദാനിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. ഒരുപാട് പ്രധാനപ്പെട്ട ആഴ്മാലുകളുടെ സംഗമമാണ് യഥാർത്ഥത്തിൽ റമദാൻ ഷരീഫ് എന്ന് പറയുന്നത്. മറ്റു മാസങ്ങളെക്കാൾ അതിനൊരുപാട് പ്രാധാന്യങ്ങൾ. അതിൻ്റെ ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണ്. അവസാനത്തേക്ക് പോകുന്നതിനനുസരിച്ച് പ്രാധാന്യം കൂടി വന്നുകൊണ്ടിരിക്കും. പരിശുദ്ധ ഖുർആനിലെ നോമ്പ് നോൽക്കാൻ പറഞ്ഞ ആയത്തില് മുൻഗാമികളുടെ നോമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. കാലം ഒരുപാട് കഴിഞ്ഞു. കാലത്തിന്റെ കറക്കത്തിൽ പലവിധം നോമ്പുണ്ടായിട്ടുണ്ട്. മുൻഗാമികൾക്ക് നോമ്പുണ്ട്. ഏറ്റവും കാമിലായ നോമ്പ് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് നൽകപ്പെട്ട നോമ്പാണ്. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? നമുക്ക് കുറഞ്ഞ കൂലിയുള്ള ഒരു പരിപാടിയില്ല. ആദം നബി അലൈഹി ഇസ്ലാമിന് 1000 വയസ്സുണ്ടായി. എന്നാൽ മഹ്ശറിൽ ആദ്യം, ഖിയാമത്ത് നാളിൽ ആദ്യം ഹിസാബിന് വിളിക്കുന്നത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെയാണ്. സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെയാണ്. 1000 കൊല്ലം ജീവിച്ച ആദം നബിനെ 63ഓ 70ഓ വയസ്സിൽ ജീവിക്കുന്ന മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് മറികടക്കുന്നത് കൂലി തോന്നണ്ടായതുകൊണ്ടാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്തിന് നിസ്കാരമുണ്ട്. 5 വക്തല്ല, നിസ്കാരമുണ്ട്. ഒരു നിസ്കാരത്തിന് 1 കൂലിയാണ്. നമുക്കൊരു നിസ്കാരത്തിന് 10 കൂലിയാണ്. അത് ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ 24 ഇരട്ടി കൂലിയാണ്. അത് തലമറച്ച് നിസ്കരിച്ചാൽ 25 നിസ്കാരത്തിന്റെ കൂലിയാണ്. അത് ജുമ നിസ്കാരമാണെങ്കിൽ 70 ജുമയുടെ കൂലിയാണ്. അങ്ങനെയാണ് മറികടക്കുന്നത്.
25,000 എന്ന് പറഞ്ഞൂടാ. ലൈലത്തുൽ ഖദ്റിന് ഒരാൾ ഇബാദത്ത് ചെയ്താൽ ഖൈറും മിൻ അൽഫി ശഹ്റാണ്, 1000 മാസത്തേക്കാൾ പ്രധാനമാണ്. ഒരു 4 ലൈലത്തുൽ ഖദ്ർ കിട്ടിയാൽ അതിന്റെ പിന്നെ മേലെ പോകും. 4 ലൈലത്തുൽ ഖദ്ർ കിട്ടിയാൽ അതിന്റെ പിന്നെ മേലെ പോകും ഈ ഉമ്മത്ത്. അതിന് കിട്ടണം. അങ്ങനെയാണ്. അത് ലൈല് മാത്രാണ്. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി മാത്രാണ്. ലൈലത്തുൽ ഖദ്റിന്റെ പകല് പിന്നെയും ബാക്കിയുണ്ട്, അന്ന് വേറെയും കൂലിയുണ്ട്. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി മാത്രാണ് ഖൈറും മിൻ അൽഫി ശഹ്ർ. ലൈലത്തുൽ ഖദ്റിന്റെ പകല് വേറെയുണ്ട്, അതല്ലാത്ത ദിവസങ്ങൾ വേറെയുണ്ട്. അങ്ങനെയാണ് കൂലി. എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണ്. കൂലി കൂടുതലുള്ള ഉമ്മത്താണ് ഈ ഉമ്മത്ത്. ഹല്ലുക്കും ഫിദ്ദുന്യാ ഇയ്യായ, ഈ ദുനിയാവിൽ നിങ്ങളുടെ ഏറ്റവും വലിയ സൗഭാഗ്യം ഞാനാകുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നാളെ മഹ്ശറയിൽ ആദ്യമായി വിചാരണയ്ക്ക് വിളിക്കപ്പെടുന്നത് എൻ്റെ ഉമ്മത്തിനെയാണ്. ആദ്യം വിചാരണ നടത്തപ്പെടുന്നതും എൻ്റെ ഉമ്മത്തിനെയാണ്. ആദ്യമായി സ്വർഗപ്രവേശനം നൽകപ്പെടുന്നതും എൻ്റെ ഉമ്മത്താണ്. ഒരു രാജാവ്, ആ രാജാവിന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ രാജാവ് തന്നെ ഏർപ്പാട് ചെയ്യാന്നുള്ളത് ഉണ്ടാവില്ല. ഒരു മന്ത്രി, ഒരു പ്രധാനമന്ത്രി നോട്ടിക്കോളി, പ്രധാനമന്ത്രിനോട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരാളെ മൂപ്പരനെ ഏർപ്പാട് ചെയ്തിട്ട് പറഞ്ഞു, എന്ത് ഞാൻ എന്തും ചെയ്തേരാ ഇയാളോട് പറഞ്ഞാൽ മതി, അങ്ങനെ ഉണ്ടാവില്ല. എന്നാൽ അള്ളാഹു അങ്ങനെ ഏർപ്പാട് ചെയ്തു. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാണ് നമ്മൾ ശഫാഅത്ത് എന്ന് പറയാം. അതിനാണ് ശഫാഅത്ത് പറഞ്ഞത്. ശഅബാൻ മാസമാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശഫാഅത്തിന് അനുമതി കിട്ടിയ മാസം. ശഅബാൻ മാസത്തിലാണ് എന്റെ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യാൻ എന്നെ ഏൽപ്പിക്കണമെന്ന് മുഹമ്മദ് നബി പറയുന്നത്. ശഅബാൻ 13 ദുആ ചെയ്തു. അല്ലാഹു തആല 1/3 ഭാഗം ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യാനുള്ള അനുമതി നൽകി. 14 വീണ്ടും ദുആ ചെയ്തു. പകുതി ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അനുമതി നൽകി. ശഅബാൻ 15 അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ദുആ ചെയ്തു. ഈ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കും ശഫാഅത്ത് ചെയ്യാനുള്ള അനുമതി ലഭിച്ചു. മുസ്തഫായ നബി തങ്ങൾക്ക് ശഫാഅത്തിന് അനുമതി ലഭിച്ച മാസമാകുന്നു ശഅബാൻ മാസം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് അല്ലാഹുവിനെ മനസ്സിലാക്കാനും ശഅബാൻ മുത്തുനബിയെ മനസ്സിലാക്കാനും റമളാൻ ഉമ്മത്ത് മുഹമ്മദിനെ മനസ്സിലാക്കാനുള്ള മാസങ്ങളാണ്. ദൗർഭാഗ്യവശാൽ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ തർക്കമുണ്ടാവാറുള്ളത് 2 സമയത്താണ്. ഒന്ന് റബീഉൽ അവ്വലും ഒന്ന് റമളാൻ മാസത്തിലും. അതാ വരുന്നു നോയിക്കോളി. അങ്ങനെ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം 2 സമയം. ഒന്ന് റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ എന്താ തർക്കം? മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണോ അല്ലേ? ഇതാണ് തർക്കം. അതിങ്ങോട്ട് ആയി കിട്ടായിട്ട് ചിലർക്ക് ഭയങ്കര ഇടങ്ങേറിക്കാരാണ്. നബി എങ്ങനെയെങ്കിലും ഒരു സാധാരണ മനുഷ്യനായി കിട്ടണം. അതിന് ആ ചരിത്രം, ഈ ചരിത്രം, ആ ആയത്ത്, ഈ ഹദീസ് അത് തിരഞ്ഞെടുക്കുക. ലോകത്താകെ 2 തരം മനുഷ്യന്മാരുള്ളത്. ഒന്ന് അന്വേഷകർ, മറ്റൊന്ന് അനുഭവസ്ഥർ. അങ്ങനെയാണ്. ചിലർ അന്വേഷിക്കും, മരിക്കോളം റബീഉൽ അവ്വലിന് മൗലിദ് ഓതാൻ പറ്റുമോ എന്ന് അന്വേഷിക്കും, മരിച്ചോളം അന്വേഷിക്കും. ചില ആൾക്കാർ ഓതും. അന്വേഷകർ, അനുഭവസ്ഥർ. ഓതുന്നവർ മരിക്കോളം ഓതും, അന്വേഷിക്കുന്നവര് മരിക്കോളം ചോദിച്ചറിഞ്ഞ നടക്കും. അല്ല നമുക്ക് റബീഉൽ അവ്വലിന് മൗലിദ് ഓതാൻ പറ്റുമോ, തീരുമാനമാവില്ല. മരിച്ചോളം തീരുമാനമാവില്ല. എന്നാൽ ചിലവർ ആസ്വാദകരാണ്, അവർ മരിക്കോളം ഓതും. അങ്ങനെയാണ് ഏത് കാര്യം. അങ്ങനെയാണ്.